ഉത്തരേന്ത്യയിലെ അതിശൈത്യത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് പ്രയാഗ്രാജ് കുംഭനഗരി. കൊടും ശൈത്യത്തെ അവഗണിച്ച് ത്രിവേണി സംഗമത്തിൽ തീർത്ഥാടകർ സ്നാനം ചെയ്യുമ്പോൾ ഇതെങ്ങനെ സാധ്യമാകുന്നു എന്ന് അതിശയിച്ചു പോകും. ദിവസവും ലക്ഷക്കണക്കിന് ഭക്തരാണ് ഗംഗ യമുന സരസ്വതി സംഗമത്തിൽ സ്നാന കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് അവിടെ നിന്ന്. നന്ദൻ, ഇന്ന് 5ാമത്തെ ദിവസമാണ്. ഏറെ വിശേഷണങ്ങൾ നമുക്ക് അവിടെ പറയേണ്ടി വരും. പക്ഷെ എന്നാൽ പോലും വിദേശികളടക്കം അവിടേക്ക് ഒഴുകിയെത്തുന്നൊരു സാഹചര്യമുണ്ട്. വലിയ തിരക്കാണ്. പക്ഷേ ഈ അതിശൈത്യത്തെ എല്ലാം മറികടന്നുകൊണ്ടാണോ ഭക്തജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തുന്നത്? വലിയ ജനത്തിരക്കാണ് ഓരോ ദിവസവും കഴിയുന്തോറും ഈ ഒരു കുംഭനഗരിയിലേക്ക് ജനസാഗരം തന്നെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ ഷാഹി സ്നാൻ ദിവസങ്ങളിലാണ് ഈ ആൾക്കാരുടെ തിരക്ക് കൂടുതലും. ഈ ഉത്തരേന്ത്യയിലാകെ ഇപ്പോൾ ഈ അതിശൈത്യമാണ് പടർന്നു പിടിച്ചിരിക്കുന്നത്. ഈ അതിശൈത്യത്തെയും തരണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങൾ വിവിധ നാടുകളിൽ നിന്നും വിവിധ ദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതും. ഇതുമായി ബന്ധപ്പെട്ട ഈ കുംഭമേളയുടെ പ്രധാന ചടങ്ങ് എന്നുള്ളത് സ്നാനമാണ്. അതായത് ത്രിവേണി സംഗമത്തിൽ ഗംഗ യമുന സരസ്വതി നദികൾ സംഗമിക്കുന്ന ആ സംഗമ ഭൂമിയിൽ അവിടെ ത്രിവേണി സ്നാനമാണ് ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ത്രിവേണി സംഗമത്തിലാണ്. ഈ പ്രയാഗ്രാജിൽ ഇപ്പോൾ നിലവിൽ 10-ൽ താഴെ മാത്രമാണ് താപനില. 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെ മാത്രമാണ് താപനില. സാധാരണഗതിയിൽ ഒരു ജാക്കറ്റ് കൂടി ധരിച്ചാൽ മാത്രം, അല്ലെങ്കിൽ ജാക്കറ്റും സ്വെറ്ററും ഒക്കെ ധരിച്ചാൽ മാത്രമേ ഇവിടെ നിൽക്കാൻ കഴിയുന്ന ഒരവസ്ഥ. ഈ ഗംഗയുടെ തീരമായതിനാൽ തന്നെ നല്ല ശൈത്യ കാറ്റ് കൂടി ഇതിനോടൊപ്പം, തണുത്ത കാറ്റാണ് ഇതിനോടൊപ്പം വീശുന്നത്. സ്വാഭാവികമായി തന്നെ വലിയ തണുപ്പ് അനുഭവപ്പെടുന്ന സാഹചര്യം. രാത്രി ഇത് ഏതാണ്ട് 6 ഡിഗ്രിയിലേക്ക് വരെ ഈ ഒരു താപനില താഴുന്നൊരവസ്ഥയാണ്. ഇപ്പോഴും സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് തീർത്ഥാടകർ ഈ ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമ ഭൂമിയിൽ ത്രിവേണി സംഗമത്തിൽ ഈ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി സ്നാനം ചെയ്യുന്നത് എന്നുള്ളത് വളരെ അത്ഭുതകരമാണ്. ഈ സാധാരണ തണുപ്പ് താങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ പ്രയാഗ്രാജിൽ. ഇപ്പോൾ ഈ നിൽക്കുന്നവർ തന്നെ ജാക്കറ്റ് അടക്കം ധരിച്ചാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ ഇവർ സ്നാനം കഴിഞ്ഞായിരിക്കും, അല്ലെങ്കിൽ സ്നാനഘട്ടത്തിലേക്ക് പോകുന്നവരായിരിക്കും. ഏതായാലും അവരുടെ ഉള്ളിലെ ഒരു ആധ്യാത്മിക അനുഭൂതി തന്നെയാണ് ഒരുപക്ഷെ അവരുടെ ഈ ഒരു ശരീരത്തിലെ താപനില നിർത്തുന്നത്, അല്ലെങ്കിൽ നിലനിർത്തുന്നത്, അല്ലെങ്കിൽ ഈ തണുത്ത സാഹചര്യത്തിലും ഈ തണുത്ത വെള്ളത്തിലിറങ്ങി കുളിക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്നത് അവരുടെ ഉള്ളിലെ ആ ഒരു ആധ്യാത്മിക താപനില തന്നെയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുതന്നെയാണ് ഈ കുംഭനഗരിയിലെ ഏറെ സവിശേഷതയും. പല നാടുകളിൽ നിന്ന്, പല ദേശങ്ങളിൽ നിന്നും എത്തുന്നവർ, അതേപോലെ തന്നെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും എത്തുന്നവർ, ഇവരുടെയൊക്കെ തന്നെ ഒരു സംഗമ സ്ഥാനമാണ്. ഏറ്റവും വലിയ മനുഷ്യ മഹാസംഗമമാണ് ഈ പ്രയാഗ്രാജിൽ നടക്കുന്നത്. 45 കോടി ജനങ്ങളോളം, കേരള ജനസംഖ്യയുടെ 10 ഇരട്ടി ജനങ്ങളാണ് ഈ കുംഭമേളയുടെ ഭാഗമായി ഈ 45 ദിവസങ്ങൾ നീണ്ട കാലയളവിനുള്ളിൽ ഈ കുംഭനഗരി സന്ദർശിച്ചിട്ട് പോകുന്നത്. സ്വാഭാവികമായും ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ ഇവിടെ സ്നാനം ചെയ്യുക മാത്രമല്ല, ഹിമാലയൻ മലനിരകളിൽ തപസ് ചെയ്യുന്ന സന്യാസിമാരുടെ ഒരു സാന്നിധ്യം അത് ഈ ഒരു സമയത്താകും ഇവിടെ ഉണ്ടാകുക. ഈ ഫെബ്രുവരി 3-ന് നടക്കുന്ന അമാവാസി സ്നാനത്തോടുകൂടി ഈ ശിവ സന്യാസിമാരൊക്കെ തന്നെ മടങ്ങി, അല്ലെങ്കിൽ ഈ നാഗസന്യാസിമാർ ഹിമാലയങ്ങളിലെ അല്ലെങ്കിൽ അവരുടെ അഖാഡകളിലേക്ക് മടങ്ങിയ ശേഷം പിന്നീട് വൈഷ്ണവ സന്യാസിമാരുടെ ഒരു സാന്നിധ്യമായിരിക്കും, അല്ലെങ്കിൽ വൈഷ്ണവ പരമ്പരയിൽപ്പെട്ട സന്യാസിമാരുടെ ഒരു സാന്നിധ്യമാകും ഈ ഭൂമിയിൽ പ്രയാഗ്രാജിൽ ഉണ്ടാകുക. അതിനാൽ തന്നെ ഈ ഫെബ്രുവരി 3 വരെ വലിയ തീർത്ഥാടകരുടെ വലിയ ഒഴുക്ക് തന്നെയാകും. അപ്പോൾ ഈ തീർത്ഥാടനത്തിൻ്റെ പ്രധാന ഭാഗം ഈ സ്നാനത്തോടൊപ്പം തന്നെ ഈ സന്യാസിമാരെ സന്ദർശിച്ച് അവരുടെ ആശീർവാദം കൂടി വാങ്ങുക എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് ഇത് വളരെ ഒരു അത്ഭുതമായി ഈ പ്രയാഗ്രാജ് നഗരം മാറുന്നു എന്നുള്ളതും അതിശയിപ്പിക്കുന്നു. പ്രത്യേകിച്ച് യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഈ ഗംഗ യമുന സരസ്വതി ത്രിവേണി സംഗമം ഗംഗാ നദീ തീരം ഏതാണ്ട് 12 കിലോമീറ്റർ പരിധിയിൽ ആകെ ഒരു താൽക്കാലിക നഗരം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ടെൻറ്റ് സിറ്റി, ടെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു നഗരം തന്നെ ഇവിടെ പണിതുയർത്തി. അങ്ങനെ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഈ കുംഭമേള നഗരം ഒരു അത്ഭുതം കൂടി പലതരത്തിലും സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ വിവിധ ഭാഷകളുടെ സംഗമമുണ്ട്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അടക്കം ദക്ഷിണ ഭാരതത്തിൽ നിന്നുമുള്ള ഭക്തജനങ്ങൾ ധാരാളമായി എത്തുന്നുണ്ട്. അതേപോലെ തന്നെ ജമ്മു കാശ്മീർ അടക്കം വടക്ക് നിന്നുമുള്ള ഭക്തരെത്തുന്നു, ഗുജറാത്തിൽ നിന്നും ഭക്തരെത്തുന്നു. അതേപോലെ തന്നെ നാഗാലാൻഡ് അടക്കമുള്ള ഭാരതത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നും ഭക്തർ ധാരാളമായി എത്തുന്നു. അങ്ങനെ ഭാരതത്തിൻ്റെ 4 കോണുകളെ തമ്മിൽ സംയോജിപ്പിക്കുന്ന ഒരു സംയോജന കേന്ദ്രം കൂടിയാണ്
ഈ പ്രയാഗ്രാജിലെ കുംഭഭൂമി എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഭാഷകൾക്കപ്പുറം വിവിധ സംസ്കാരങ്ങളുടെ ഒരു സംഗമം. അങ്ങനെ പ്രയാഗ്രാജിൽ ഈ കുംഭമേള എല്ലാം കൊണ്ടും വളരെ വൈവിധ്യം നിറഞ്ഞതാണ് എന്നുള്ളത് തന്നെയാണ്. ശരി, എന്തായാലും നന്ദന്റെ വേഷം കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ട് എത്രത്തോളം തണുത്ത കാലാവസ്ഥയാണ് അവിടെ എന്നുള്ളത്. മാത്രമല്ല, ഒരു വ്യവസായത്തിന്റെ കാലഘട്ടം കൂടിയാണ് അവിടെ. കച്ചവടം തകൃതിയായി നടക്കുന്നു എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.